ശ്രീ ഉണ്ണികൃഷ്ണൻ ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ, പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. നമ്മുടെ നാട്ടിലെ പാർശ്വവൽകൃതമായ ഒരു സമൂഹത്തിൻ്റെ ആശ്രയവും അത്താണിയുമാണ്. അത്തരമൊരു ബഹുമുഖ പ്രതിഭ അകാലത്ത് വേർപെട്ടു പോകുന്നത് നമ്മുടെ നാടിൻ്റെ ആകെ നഷ്ടമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, അത്ര അദ്ദേഹത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എന്ന ചട്ടക്കൂടിനകത്ത് ഒതുക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം നാടിൻ്റെ ആകെ ജനനായകനാണ്, മാതൃകാ പൊതുപ്രവർത്തകനാണ്. എനിക്ക് വളരെ അടുത്ത് അദ്ദേഹവുമായി പരിചയമുണ്ട്. 6-7 കൊല്ലക്കാലം ജില്ലാ ആസൂത്രണ സമിതിയിൽ അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ അതിലൂടെ ഉണ്ടായിട്ടൊരു ആത്മബന്ധം, സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ വ്യക്തി സവിശേഷതകളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. CPMൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. പ്രിയങ്കരനായ ഉണ്ണിയേട്ടൻ തന്നെ സ്നേഹിച്ചവരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുകയാണ്. ഉണ്ണിയേട്ടൻ എന്ന പച്ചമനുഷ്യൻ്റെ പച്ചപിടിച്ച ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഉണ്ണിയേട്ടനെ കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഈ വലതുഭാഗത്തുള്ള പള്ളി കെട്ടിടത്തിനും ഇടതുഭാഗത്തുള്ള മദ്രസ കെട്ടിടത്തിനും നമ്മളെപ്പോലെ വാചാലമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും ഉണ്ണിയേട്ടനെ കുറിച്ച് അദ്ദേഹം നടന്നുപോയ ചവിട്ടിപ്പോയ മണൽത്തരികൾക്ക് പോലും ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് ആ മേഖലയിൽ നിന്ന് കേവലം ഉയർന്നു വരിക മാത്രമല്ല, ലഭിച്ച പദവികളോട് വഹിച്ച സ്ഥാനങ്ങളോടൊക്കെ തന്നെ അദ്ദേഹത്തിന് മികവ് കൊണ്ട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള നല്ല ഒരു ലക്ഷണമൊത്ത പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത, പാർട്ടിയോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവരോടും പാർട്ടിയോടും പാണക്കാട് തറവാടിനോടുമുള്ള പ്രതിബദ്ധതയായിരുന്നു ഉണ്ണിയേട്ടൻ്റെ ഏറ്റവും വലിയ വ്യതിരക്തത എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാൻ കഴിയും. നല്ല ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും കടന്നു ചെന്ന് ജില്ലയുടെ അടിമുടി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മികച്ച ജില്ലാ പഞ്ചായത്തായി മലപ്പുറത്ത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. കവളപ്പാറയിൽ ദുരന്തമുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ. അന്ന് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവിടെ ആ ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ആശാകേന്ദ്രമായി പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ ഓടിയെത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം ഇവിടെ നിന്ന് വളരെ ദൂരത്തുള്ള തൃക്കലങ്ങോട് ഡിവിഷൻ്റെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ദിവസം CP അനിൽകുമാർ MLA അദ്ദേഹത്തിൻ്റെ വണ്ടൂർ മണ്ഡലം തിരുവാലി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വാചാലമായി ഉണ്ണിയേട്ടൻ അവിടെ കൊണ്ടുവരുന്ന പദ്ധതികൾ, പരിപാടികൾ, പ്രൊജക്റ്റുകൾ, അവിടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ ഗ്രാമീണ ജനങ്ങൾക്കിടയിൽ അംബേദ്കറേയും അയ്യങ്കാളിയെയും ഒക്കെ ഇത്ര സരളമായി പറഞ്ഞു കൊടുത്ത് അവരുടെ സംഭാവനകളെ ബോധ്യപ്പെടുത്തി കൊടുത്ത മറ്റൊരു നേതാവുണ്ടാവില്ല. തൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ അവഗണനയും അവരൊരു കാലം അനുഭവിച്ച അയിത്തവും തീണ്ടലും ആ ദുഃഖകരമായ ഒരു കാലത്തെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു സമീപകാല രാഷ്ട്രീയത്തിലെ പ്രസംഗങ്ങൾക്കിടയിൽ എന്നുവെച്ചാൽ പൊതുവേദിയിലെ പൊതുരംഗത്ത് മുഖ്യധാരയിലുള്ള പ്രസംഗങ്ങൾക്കിടയിൽ അത്തരം പ്രസംഗങ്ങൾ പൊതുവെ കുറവായിരിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച അയിത്തവും തൊടിയും തീണ്ടലുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് നോക്കാതെ തൻ്റെ തന്നെ ബാല്യം എങ്ങനെയായിരുന്നു, കുഴികുത്തി കഞ്ഞി കുടിച്ചതും സമ്പന്ന തറവാടുകൾക്ക് മുമ്പിൽ
പട്ടിണി കിടന്ന കാലഘട്ടവുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അരികിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്ത കഥയോടുകൂടി ഉണ്ണിഷൻ തൻ്റെ ഈ അനുഭവ കഥകൾ പറഞ്ഞു തീർക്കും. എന്ന് വെച്ചാൽ ഉണ്ണിഷൻ അനുഭവിച്ച, ഒരു ദളിതൻ അനുഭവിച്ച ജീവിത പ്രയാസങ്ങളെ മുഴുവനായിട്ട് പിന്നീട് വരുന്ന തലമുറകൾക്കൊക്കെ കൈമാറുക എന്നതാണ് 35 കൊല്ലം അതിനുള്ള പരിഹാര മാർഗം തേടുകയായിരുന്നു ഉണ്ണിഷൻ ചെയ്തത്. അതിൽ ഈ ദളിത് സമൂഹത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധമാക്കുക എന്ന ഒരു ദൗത്യത്തിൽ ഉണ്ണിഷൻ വിജയിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അഭിമാനകാരകമാണ് ഉണ്ണിഷനെങ്കിൽ ദളിത് സമൂഹത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രതീകമായി AP ഉണ്ണിഷൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് ഇത്രയും പ്രതിഭാശാലിയായ, പ്രഗത്ഭനായ, പ്രതിഭ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളോ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് ഒരു ശില്പം കൊത്തിയെടുക്കുന്ന ആ വലിയ ശ്രദ്ധയോടുകൂടി ദളിത് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിൽ അദ്ദേഹം ശ്രമിച്ചു. ദളിത് പ്രസ്ഥാനം, മുസ്ലിം ലീഗിൻ്റെ അനുബന്ധമായ ദളിത് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് അത്ര ശുഷ്കമായിരുന്നൊരു ഘട്ടത്തിലാണ് ഉണ്ണിഷൻ നേതൃനിരയിലേക്ക് വരുന്നതും അതിനെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവന്നത്. മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ഇത്രയും ജനകീയനായ ഒരു ദളിത് നേതാവ് മുമ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇത് ഞാൻ ചടയനെയും രാമമാഷിയൊന്നും മറന്നുകൊണ്ടല്ല, പക്ഷെ ഉണ്ണിഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു ജനകീയതയുണ്ട്. ഏത് ഗ്രാമത്തിലും ഉണ്ണിഷന് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ്. എവിടെ ചെന്നിറങ്ങിയാൽ ഉണ്ണിഷൻ അറിയും. അത് മറ്റുള്ളവരൊക്കെ MLA മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ണിഷൻ MLA ഒന്നും ആയിട്ടില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ണിഷൻ അറിയാമല്ലോ. ഉണ്ണിഷൻ ആ സൗഹൃദം എല്ലായിടത്തും നിലനിർത്തിയിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാം. പുതുതലമുറ കുട്ടികൾ ഉണ്ണിഷൻ്റെ വിയോഗത്തിൽ ഒരു വിലാപഗീതങ്ങൾ പോലെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, അത് ഉണ്ണിഷൻ്റെ ഈ ജനകീയതയാണ്. അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ മറ്റൊരു ദളിത് നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉണ്ണിഷനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അറിയുക. ഉണ്ണിഷൻ്റെ അടുത്ത ജീവിതത്തിന്, പരലോക ജീവിതത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനോട് വ്യക്തിപരമായി ആത്മബന്ധമുള്ളവരാണ്. അനുഭവങ്ങളുടെ 1000 കഥകൾ പറയാൻ മാത്രം അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് ഇരിക്കുന്ന എല്ലാവരും. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും, ഒരു സുഹൃത്ത് എന്ന നിലയിലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെ എത്രയോ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു മഹാനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ച ഒരു രീതിയെക്കുറിച്ചും എല്ലാവരും ഇവിടെ പറയുന്നുണ്ട്. എനിക്കതിനേക്കാൾ വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി തോന്നിയത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു തരത്തിലുള്ള നിരാശയും പ്രകടിപ്പിക്കാത്ത, പരിഭവങ്ങൾ പറയാത്ത, തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിലെല്ലാം ഏറെ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിന് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പരിഭവം പറയുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, മോൻ്റെ കല്യാണത്തിന് മറക്കാതെ വരണേ, നിശ്ചയത്തിന് വരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മാതൃകയാക്കാൻ കഴിയുന്ന, കിട്ടിയതിലെ സംതൃപ്തിയും വന്ന ആളുകളിലെ സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന ഒരു അപൂർവ അനുഭവം ഞാൻ ഇവിടെ പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രംഗത്തും അദ്ദേഹത്തിൻ്റെ ജീവിത രംഗത്തുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. നേതാക്കളെല്ലാം ഇവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പുലർത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ മതനിരപേക്ഷതയുടെ കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു മുഖമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ലാസ്റ്റ് ഞങ്ങൾ കാണുന്നത് മെനയാന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അന്ന് RCCയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. 2 കാലുകളിലും ഡയബറ്റിക് ആയതുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ കാരണം ഭീമമായ തോതിൽ തന്നെ സർജറിക്ക് ശേഷം അദ്ദേഹം അനുഭവിച്ച ഒരു പ്രയാസങ്ങളും വേദനയും
ബുദ്ധിമുട്ടുമൊക്കെ ആ സമയത്ത് കാണാൻ പറ്റി. ആ സങ്കടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ സിവിൽ സെൻ്ററിലെ ഭർത്താവിനോട് ഇത് കണ്ടു നിൽക്കാൻ വയ്യാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ദളിത് സമൂഹത്തിനകത്ത് നിന്ന് പ്രത്യേകിച്ചും ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ CP ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹവുമായി ചെലവഴിച്ചതും ഇടപെട്ടതുമായ കാര്യങ്ങൾ അനുസ്മരിക്കാൻ ഉണ്ട്. ദീർഘമായിട്ടൊന്നും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. 96-ലാണ് AP ആദ്യമായി കാണുന്നത്. അദ്ദേഹം അന്ന് കുന്നമംഗലത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. നല്ല ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഭാതം മുതൽ അത് നട്ടപ്പാത വരെ സമയത്ത് ഓടിയാലും ഒരു ക്ഷീണവും ഇല്ലാതെ ഓടി നടക്കുന്ന AP ആ നിയോജക മണ്ഡലത്തിലെ കോളേജുകളിലൊക്കെ സന്ദർശിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയായി ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി. അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് 2001 ഞാൻ MLA ആയി. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ദളിത് ലീഗ് ഉണ്ടാക്കി. ആ ദളിത് ലീഗിൻ്റെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറി AP-യും അങ്ങനെ ഒന്നിച്ച് ഈ കഴിഞ്ഞ വർഷം വരെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വലിയ ധൈര്യശാലിയായിരുന്നു AP. എവിടെ എന്ത് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടങ്ങളിൽ പോകാനും ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ യാതൊരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. നിരന്തരമായി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനുമൊക്കെ പരിഹാരമുണ്ടാക്കി അതും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വലിയ അസാമാന്യമായ ധൈര്യം AP എന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘടനയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാം ഒരു വലിയ വേദന എന്ന് പറയുന്നത് AP ഒരു സംഘടനാ പ്രവർത്തകനോ സഹപ്രവർത്തകനോ മാത്രമായിരുന്നില്ല. ഞങ്ങളെല്ലാം കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. ഒരു 7-7:30 മണിയാകുമ്പോൾ AP വീട്ടിലെത്തിയാൽ ഒരു 10-10:30-11 മണി വരെ സമയം മാറി മാറി എല്ലാ ആളുകളെയും അദ്ദേഹം വിളിക്കും. സംഘടന കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞാൽ ബാക്കി കുടുംബകാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും പരസ്പരം അന്വേഷിക്കാനും അതിനൊക്കെ പങ്കാളിയാവാനും അതൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ AP അസാമാന്യമായ താല്പര്യം കാണിച്ചിരുന്നു. ഞാൻ ഇന്നലെ മരണവിവരം അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. തൊട്ട് മുമ്പ് 2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകൾ, അപ്പോൾ ദളിത് ലീഗുമായി ബന്ധമുള്ള സാധാരണക്കാരായ ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ വന്ന് വലിയ വിഷമത്തോടു കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച ഞാൻ കാണുകയുണ്ടായി. എല്ലാ ജില്ലയിലുമുള്ള ആളുകളെ നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ മാത്രം അവരുമായി അടുപ്പം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം അത് ഇന്ത്യയുടെ മുസ്ലിം ലീഗിനും ദളിത് ലീഗിനും ആ കുടുംബത്തിനൊക്കെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ആ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദനിക്കുന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയിൽ പങ്കുചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുന്നു. ഞാൻ എന്താ പറയുക, വേർപാടിൻ്റെ വേദന എന്ന് പറയുന്നത് അതെത്ര കഠിനമാണ്, അത് അനുഭവിച്ച് കടന്നുപോയ നമ്മളെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അമ്മയും സഹോദരിയും സഹോദരൻ്റെ മകനും വേർപെട്ട ഒരു ദുഃഖത്തിലാണ് ഞാൻ. ഇന്നലെ ഞാൻ ശരിക്കും 11 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 16 ചടങ്ങായിരുന്നു എൻ്റെ ചേച്ചിയുടെ. അത് കഴിഞ്ഞ് രാത്രിയിൽ ഫോൺ ഓണാക്കിയപ്പോഴാണ് ഈ ദുഃഖകരമായ വാർത്ത ഞാൻ അറിഞ്ഞത്. ഞാൻ അന്നേരം തന്നെ UCയെ വിളിച്ച് ഉറപ്പുവരുത്തി. കാരണം എനിക്കതത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം 1.5 മാസം മുൻപേ ഞാൻ അദ്ദേഹത്തെ രാവിലെ സ്വപ്നം കണ്ട് ഫോൺ ചെയ്തു. ഞാൻ ഉണ്ണിയേട്ടാ, ഞാൻ നിങ്ങളെ വെളുപ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ നറുക്ക് വീണിട്ടുണ്ട്, ചീട്ട് കയറുന്നത് എന്നാണെന്നറിയില്ല, ഞാൻ RCCയിലാണുള്ളതെന്ന്.
അപ്പോൾ 6 മാസം മുൻപേ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് 115 കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ നിന്ന് അവിടെ എൻ്റെ വീട്ടിലെത്തി. ആശ്വസിപ്പിക്കുന്ന സമയത്ത് ക്യാൻസർ രോഗിയായ എൻ്റെ സഹോദരി അരികത്തുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക, രോഗം മാരകമാണെന്നറിയാം, പക്ഷെ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോ, വേദനകൾ കൂടുതൽ നമ്മളെ കഷ്ടപ്പെടുത്താതെ ദൈവം അങ്ങ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ, വേറെ ഒന്നും വിചാരിക്കേണ്ട എന്ന്. അദ്ദേഹവും RCCയിലാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതും അത് തന്നെയാണ്. വേദനയുടെ മാരകാവസ്ഥയിലേക്ക് പോകാതെ എത്രയും വേഗം ദൈവം എന്നെ വിളിക്കാൻ നീ പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ഇത് അനുഭവങ്ങളിലൂടെ പോയിട്ടുള്ളത് കൊണ്ട് നന്നായി അറിയാലോ. ഞാനും ഇപ്പം അതിൻ്റെ ഒരു പിടിയിലാണ്. നീയും ശ്രദ്ധിക്കണം. സംസാരിക്കുമ്പോൾ ശബ്ദം പോകുന്നില്ലേ, തൊണ്ടയുടെ പ്രശ്നമില്ലേ, അതൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ആശുപത്രി പോയി ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം എന്നുകൂടെ കഴിഞ്ഞ 1.5 മാസം മുൻപേ അദ്ദേഹം എന്നോട് അവസാനമായി പറഞ്ഞ്, ഞാനും ചേച്ചിയുടെ മാരകമായ വേദനകളിലേക്ക്, ആ വേദനകളിലൂടെ യാത്ര ചെയ്തപ്പോൾ പിന്നെ വിട്ടുപോയി ഉണ്ണിയേട്ടനെ. പക്ഷെ ഇന്നലെ ഈ വാർത്ത വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും എനിക്ക് ആശ്വാസമാണുള്ളത്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ വേദനകളിലാണ് കഴിഞ്ഞ 1 മാസക്കാലം അവരനുഭവിച്ച വേദനകൾ കണ്ടതാണ്. അത്ര മാരകമായ ഒരു വേദനയിലേക്ക് പോകാതെ ഉണ്ണിയേട്ടൻ ഈ ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഹൃദയത്തോട് ചേർത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ജീവിതം ഈ നാടിന് വേണ്ടി തന്നെ ജീവിച്ച് തീർത്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ പരലോക ജീവിതം ഇവിടെ നിന്ന് എങ്ങനെ സന്തോഷകരമായി മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചോ അതുപോലെ അദ്ദേഹത്തിന് അവിടെയും സ്വർഗം നൽകി ജീവിതം, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ച് അദ്ദേഹം അവിടെ ചെന്ന് ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് കുടുംബമായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അവസാനം കുടുംബത്തിൻ്റെ വിശേഷം ചോദിച്ച് പറയും, നമ്മളൊന്ന് കുഴങ്ങിക്കിടന്നാൽ ഏറ്റവും അവസാനം കുടുംബം മാത്രം കൂടെ ഉണ്ടാവുക, അവരെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം. എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ടി വരുമോ എന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ കുഗ്രാമത്തിലെ ഏറ്റവും വലിയ അഭിമാന ജന്മമായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. എൻ്റെ കൂടെ സ്കൂളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ ഒരു ദിവസം പറയുന്നത്, ഞാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അമ്മയോടൊപ്പം പോയി കണ്ടു, ഞാൻ ഇനി മുസ്ലിം ലീഗിലേക്ക് പോകാം. ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ മുടക്കാത്തതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടു. ഇന്ന് ഈ സംഘടന കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിക്ക് മുസ്ലിം ലീഗ് കൊടുത്ത അംഗീകാരം കാണുമ്പോൾ ഞാൻ അഭിമാനത്തോടെ ആ സംഘടനയുടെ നേതാക്കന്മാരെ പ്രശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ കുഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ജന്മം ഇതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഉമ്മ പറയും, ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ജോലിക്ക് വരുമ്പോൾ നോമ്പ് കാലത്ത് നോമ്പ് നിൽക്കും. ഉണ്ണികൃഷ്ണൻ്റെ അമ്മ റമദാൻ മാസം മുഴുവൻ നോക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ സംസ്കാരത്തിൽ നിന്നായിരിക്കാം ബഹുമാനനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗിൽ പോയി വരുമ്പോഴൊക്കെ നമ്മൾ തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംസാര ശൈലിയെക്കുറിച്ചും ചിരിയെക്കുറിച്ച് പോലും എന്നോട് ഉണ്ണികൃഷ്ണൻ പറയാറുണ്ട്. ഈ കുഗ്രാമത്തിൽ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ കുറ്റൂർ സ്കൂളിനുള്ള വണ്ടി നിർത്തിയിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിങ്ങൾക്ക് എഴുതി വന്നാൽ മതി, ഉണ്ണികൃഷ്ണൻ്റെ ഒരുപാട് മുദ്രകളുണ്ട് അവിടെ. ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിൽ ഉണ്ണികൃഷ്ണൻ പറയുക, നമ്മുടെ സ്ഥാപനത്തിന്, ഞങ്ങളുടെ നാടിന് ഒരു വലിയ തീരാനഷ്ടമാണ്. സംരക്ഷണത്തിന് അദ്ദേഹത്തിന് പരലോക ഗുണം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.